നല്ലവനും വിശ്വസ്തനുമായ ഏക സത്യദൈവത്തെ, അവിടുന്ന് അയച്ച ക്രിസ്തുവേശുവിനെയും വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിട്ടിരിക്കുന്ന നമ്മുടെ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ പാപങ്ങളുടെ പ്രായശ്ചിത്തമായി ക്രൂശിൽ തന്നെത്താൻ അർപ്പിച്ച, തൻ്റെ അടിപ്പിണരുകളാൽ നമ്മെ പാപരോഗങ്ങളിൽ നിന്ന് സൗഖ്യമാക്കിയ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും ആദരവോടെ എല്ലാ വിശുദ്ധന്മാർക്കും അറിയിക്കുന്നു. കർത്താവ് നമ്മെ ഇമ്മാനുവേലിൻ്റെ വിസ്തൃതമേറിയ ചിറകടിയിൽ ജീവനും ഭക്തിക്കും ഒക്കെ വേണ്ടതെല്ലാം തന്ന് വിലയേറിയതും അദ്ഭുതങ്ങളെയും തന്ന് നടത്തുന്നതിനായിട്ട് സ്തോത്രം. അപ്പോസ്തല ശ്രേഷ്ഠന്മാർക്ക് ലഭിച്ചതുപോലെയുള്ള വിലയേറിയ അതേ വിശ്വാസം നമുക്കും തന്നതിനായി ദൈവത്തിന് സ്തോത്രം. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ച ആ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നമുക്ക് തന്നെ ആത്മീയ വർധന വരുത്തിയും ആത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായി നമ്മുടെ കർത്താവായ യേശുവിൻ്റെ വരവിനെ കാത്തിരുന്നും കൊണ്ട് ജഡത്താൽ കറപിടിച്ച് അങ്കി പോലും പകച്ച് ചിലരോട് കരുണ കാണിച്ച് നമുക്ക് നമ്മോടുള്ള കൃപയെ വ്യർത്ഥമാക്കാതെ സൂക്ഷിക്കാം. നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള പ്രത്യാശയ്ക്കായി സ്തോത്രം. നമ്മെ വീഴാതെ വണ്ണം സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ ആനന്ദത്തോടെ കുറ്റമറ്റവരായി നിർത്തുവാൻ നമ്മുടെ ദൈവം ശക്തനാകുന്നതുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തിന് എതിരെ ആഞ്ഞടിക്കുന്ന പ്രതികൂല കാറ്റുകളിൽ തളർന്നു പോകാതെ ജിബ്രാൾട്ടർ പാറ പോലെ ഉറച്ചു നിൽപ്പാൻ കർത്താവ് നമുക്കേവർക്കും കൃപ ചെയ്യുമാറാകട്ടെ. സ്തോത്രം. ഞാനിവിടെ ഞങ്ങളുടെ ബൈബിൾ സ്കൂളിൽ ആയിരിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കുറച്ച് പഴക്കമുള്ള ബിൽഡിങ്ങുകളാണ് ഇവിടെ ഉള്ളത്. സുവിശേഷ TV പ്രസംഗക ജോയ്സ് മേയറിൻ്റെ സംഘടനയുടെ ഒരു കെട്ടിട സമുച്ചയമാണ് ഇവിടെ. അതാണ് ഞങ്ങൾ അവർ വിറ്റപ്പോൾ വാങ്ങിയത്. അപ്പോൾ ഇന്ന് ഇവിടെ താമസിച്ച് പഠിപ്പിക്കുന്ന ഒരു കർത്താവിൻ്റെ ദാസനുമായിട്ട് സംസാരിച്ചപ്പോൾ പറയുകയായിരുന്നു, കഴിഞ്ഞ ദിവസങ്ങളിൽ അതിശക്തമായ കാറ്റായിരുന്നു ഇവിടെ. ഭയങ്കര കൊടുങ്കാറ്റ്. ഇവിടെ ഒത്തിരി ബിൽഡിങ്ങുകളൊന്നും ഇല്ലാത്ത ഒരു തുറസായ സ്ഥലവും കൂടെ ആയതുകൊണ്ട് അതിഭയങ്കരമായ കാറ്റ്. മലയുടെ അടുത്തുള്ള സ്ഥലമാണ്. അപ്പോൾ ഇന്നലെ ഇവിടെ തന്നെ താമസിക്കുന്ന മറ്റു ചിലർ പറഞ്ഞു, ഇവിടെയുള്ള ഇരുമ്പ് ട്രാൻസ്ഫോമറൊക്കെ വെച്ചിരുന്ന ഇരുമ്പ് പോസ്റ്റുകളൊക്കെ ചരിഞ്ഞ് വളഞ്ഞ് ട്രാൻസ്ഫോമറുകളൊക്കെ താഴെ പോയി, ലൈനൊക്കെ പൊട്ടി. അപ്പം ഇന്ന് സംസാരിച്ചപ്പോൾ പറയുകയായിരുന്നു, ഏതായാലും ഈ കാറ്റൊരു കാര്യം തെളിയിച്ചു, ഇവിടെ മുകളിൽ ഷീറ്റായിട്ടിരിക്കുന്നത്, പക്ഷേ ആ ഷീറ്റ് ഒന്നും പറന്നു പോകാതെ ഇത്ര ശക്തമായ ഇലക്ട്രിക് ഇരുമ്പ് പോസ്റ്റുകൾ പോലും അടിച്ച് വളച്ച കാറ്റുകൾക്ക് ഇവിടെ അങ്ങനെയുള്ള ബിൽഡിങ്ങിന് കേടൊന്നും വരുത്താൻ കഴിയാഞ്ഞപ്പോൾ പറയുകയാണ്, ഏതായാലും കാറ്റ് ബിൽഡിങ്ങിൻ്റെ ശക്തിയെ തെളിയിച്ചു. ചില 2-3 വർഷങ്ങൾക്ക് മുമ്പ് കാറ്റടിച്ചപ്പോൾ ചർച്ച് ഹാളിന്
സ്ലൈഡിങ് ഗ്ലാസസ് ആയിരുന്നു. ആ ഗ്ലാസ്സുകൾ മുഴുവനും അടിച്ച് പൊട്ടിച്ചു കാറ്റ്. ഇപ്പോൾ പിന്നെ ഭിത്തി കെട്ടിയതും. അതല്ലാതെ മറ്റ് ദോഷങ്ങളൊന്നും അതന്നായിരുന്നു. എന്നാൽ ഇന്ന് അതിനേക്കാൾ വലിയ കാറ്റാണ് ഇപ്പോൾ അടിച്ചത്. അപ്പോൾ ഈ കാറ്റ്, ഇത്ര ഊറ്റമായി അടിച്ച കാറ്റ് ഈ കെട്ടിടത്തിന്റെ ശക്തിയെ തെളിയിച്ചു എന്ന് ഇങ്ങനെ പറയുകയായിരുന്നു. നമ്മുടെ ജീവിതത്തിലും വീശി അടിക്കുന്ന ചുഴലിക്കാറ്റുകൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ ശക്തിയെ തെളിയിക്കും എന്ന് പറയാൻ വേണ്ടി ഇത്രയും പറഞ്ഞതാ. ഇപ്പൊ നമ്മുടെ ജീവിതത്തിനെതിരെ, വിശ്വാസത്തിനെതിരെ, നമ്മുടെ വിശുദ്ധ ജീവിതത്തിനെതിരെ ചീറിയടിക്കുന്ന കാറ്റുകളുടെ മുമ്പിൽ, പ്രതികൂലങ്ങളുടെ മുമ്പിൽ പതറാതെ ഉറച്ചു നിൽപ്പാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യട്ടെ. യേശു കർത്താവ് പറഞ്ഞ, ഗിരിപ്രഭാഷണത്തിന്റെ ഒടുവിൽ പറഞ്ഞ ആ ബുദ്ധിയുള്ള മനുഷ്യൻ പാറയിൽ ആഴെ കുഴിച്ച് അടിസ്ഥാനമിട്ട് പണിത വീട് പോലെ ഉറച്ചു നിൽക്കുന്ന ക്രിസ്തീയ ജീവിതം, അത് കെട്ടിപ്പടുപ്പാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. സ്തോത്രം. തിരുവെഴുത്തുകളിലേക്ക് നമ്മൾ തിരിയുന്നു. നാം എബ്രായ ലേഖനം 3-ാം അധ്യായം 1-ാമത്തെ വാക്യമാണല്ലോ ചിന്തിക്കുന്നത്. ഒന്നും കൂടെ നമുക്ക് ആ വാക്യം വായിക്കാം. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാർ ആയുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ സ്തോത്രം. നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. അതിൽ നിന്ന് അപ്പോസ്തോലനായ യേശു, അതായിരുന്നല്ലോ നമ്മൾ പഠിച്ചു വന്നത്. ഇന്നലെ ഏറ്റവും ഒടുവിലായിട്ട് നാം കണ്ടു വേദപുസ്തകത്തിലെ അപ്പോസ്തോലന്മാരെ കുറിച്ച്, ബൈബിളിലെ അപ്പോസ്തോലന്മാർ. അതിൽ ഒന്നാമനായി നാം കർത്താവിനെ കണ്ടു. അതിനുശേഷം ഉള്ള വേദപുസ്തകത്തിലെ അപ്പോസ്തോലികതയുടെ ശ്രേഷ്ഠതയിൽ നിൽക്കുന്ന 12 കണ്ടു. ആ 12 കൂടാതെ, 12 പേരെ കൂടാതെ, ആ 12 പേരിൽ യൂദ തൻ്റെ സ്ഥലത്തേക്ക് ഒഴിഞ്ഞുപോയി. ആ സ്ഥലത്തേക്ക് അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൽ നാം കണ്ടു, മത്ഥിയാസിനെ തിരഞ്ഞെടുത്തു. വീണ്ടും അങ്ങനെ 12 പേരായി. ആ 12 പേരെ കൂടാതെ വേറെയും അപ്പോസ്തലന്മാരെ നമ്മൾ കണ്ടു. ഏകദേശം 25ഓളം പേര് പറയപ്പെട്ടതായി നമ്മൾ അപ്പോസ്തലന്മാരെ ബൈബിളിൽ കണ്ടു. അതുകൂടാതെ പേര് പറയാത്തവരായി നമുക്ക് തീത്തോസ് ഉൾപ്പെടെ ഉള്ളവരെ വീണ്ടും മനസ്സിലാക്കാം. We can understand even more apostles were there whose names are not mentioned or who are not addressed as apostles. നമ്മൾ വേദപുസ്തകത്തിന്റെ എഴുത്തുകാരെ ഒക്കെ തന്നെ അപ്പോസ്തലന്മാരെന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എബ്രായ ലേഖനത്തിന്റെ എഴുത്തുകാരനെയും അപ്പോസ്തലൻ എന്നാണ് എല്ലാവരും തന്നെ സംബോധന ചെയ്തത്. ആരാണെന്ന് നമുക്കറിയില്ലെങ്കിൽ കൂടെ. അപ്പോൾ അപ്പോസ്തലന്മാരുടെ കാറ്റഗറീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോസ്തലന്മാരുടെ പദവികൾ, അപ്പോസ്തലന്മാരിൽ തന്നെ അവരുടെ ശ്രേഷ്ഠതയ്ക്ക് വ്യത്യാസം ഉണ്ടായിരുന്നു. പൗലോസ് തന്നെ ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറഞ്ഞവനല്ല.
അപ്പോൾ അന്ന് തന്നെ അപ്പോസ്തലന്മാരുടെ ശ്രേഷ്ഠതയ്ക്ക് വ്യത്യാസം കൽപ്പിക്കപ്പെട്ടിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. ഇന്നും നമുക്ക് അങ്ങനെ തന്നെ ചിന്തിക്കുന്നതിൽ തെറ്റില്ല. കാരണം യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരിൽ നിന്നും തിരഞ്ഞെടുത്ത് യേശു കർത്താവിനോട് കൂടെ കൊണ്ടു നടന്ന് അഭ്യസിപ്പിച്ച് ഉപദേശിച്ച് പഠിപ്പിച്ച് അഭിഷേകം ചെയ്ത് തയ്യാറാക്കിയ ആ 12 പേരോളം അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരായി മറ്റുള്ളവരെ അക്കാലത്ത് തന്നെ ആൾക്കാർ കണ്ടിരുന്നില്ല എന്ന് നമുക്ക് സഭാ ചരിത്രം പഠിച്ചാൽ മനസ്സിലാകും. സ്തോത്രം. അപ്പോ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാർ എന്ന നിലയിൽ ഇവരുടെ പദവികളെ, സ്ഥാനങ്ങളെ വ്യത്യസ്തമായി മനസ്സിലാക്കുന്നതിൽ തെറ്റില്ല. അതിൽ ഒന്നാമൻ ക്രിസ്തു കഴിഞ്ഞാൽ മനുഷ്യരിൽ അതിശ്രേഷ്ഠതയുള്ളവരായി 12 നമുക്ക് മനസ്സിലാക്കാം. The 12 can be considered on the first tier of the status, because these 12 were chosen directly by our Lord. He kept them along with them in all through his life experiences till crucifixion, even after his resurrection. And Christ commissioned them directly, taught them, trained them, keeping all of them with his own literal closest company. So we can understand those 12 as the superior, or with a first acceptance. അതിശ്രേഷ്ഠന്മാർ എന്ന ആ പദവിയിൽ ഒന്നാം സ്ഥാനത്ത് മാനുഷിക അപ്പോസ്തലന്മാരിൽ ഒന്നാം സ്ഥാനത്ത് 12 കാണുന്നതിൽ തെറ്റില്ല. അന്നും അങ്ങനെ കണ്ടിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. സ്തോത്രം. നോ 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 ഇന്നത്തെ വിലയേറിയ ദാസൻ, ശ്രേഷ്ഠദാസൻ എന്നുള്ളതുമായിട്ട് ഇതിനെ തട്ടിക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ ഒരു ചോദ്യം വന്നതുകൊണ്ട് പറഞ്ഞു പോയതാ. ഇന്ന് എല്ലാവരും ഇങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത്. അതൊരു സംബോധന രീതിയായി നമ്മുടെ ഇടയിൽ അങ്ങ് മാറിപ്പോയി. അത് പ്രത്യേകിച്ച് പദവികൾ കൊണ്ടോ, പദവി എന്ന് പറയുന്നത് അവർ അലങ്കരിക്കുന്ന സ്ഥാനം കൊണ്ടോ അധികാരം കൊണ്ടോ ഒന്നുമല്ല. ഒരു ദൈവദാസന്റെ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകന്റെ പദവിയിൽ ഈ ടയറിങ് ഉണ്ടായാൽ പോലും, ഈ പദവിയിൽ വ്യത്യാസം ഉണ്ടായാൽ പോലും അത് ദൈവം അവർക്ക് കൊടുത്ത വിളിയുടെ അടിസ്ഥാനത്തിൽ എന്നേ ഉള്ളൂ. സ്തോത്രം. അപ്പോൾ ഇവരെ പ്രത്യേകിച്ച് കാണുന്നത് മറ്റാർക്കും ഇല്ലാത്തതുപോലെയുള്ള ഒരു വിശേഷത ഈ 12 ഉണ്ടായിരുന്നു. അല്ലാതെ വിളിയും തെരഞ്ഞെടുപ്പും എല്ലാം എല്ലാവർക്കും തുല്യം തന്നെയാണ്. അതിൽ ഏറ്റക്കുറച്ചിലുകളില്ല. ശരീരത്തെ എല്ലാ അവയവങ്ങൾക്കും പ്രാധാന്യമുള്ളതുപോലെ പൗലോസ് അങ്ങനെയാണല്ലോ ലേഖനങ്ങളിൽ പറയുന്നത്. നമ്മളെല്ലാവരും പല അവയവങ്ങൾ. അപ്പോസ്തലന്മാരിൽ തന്നെ പൗലോസ് പറഞ്ഞത് ഇന്നലെ നമ്മൾ കേട്ടു. ഒരാള് നട്ടു, മറ്റൊരാള് നനച്ചു. വളരുമാറാക്കുന്നത് ദൈവം. അപ്പോൾ അപ്പോസ്തലന്മാരിൽ തന്നെ അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ശുശ്രൂഷകന്മാർക്കിടയിൽ ഇല്ല. എന്നാൽ
ഈ അതിശ്രേഷ്ഠത എന്നത് അപ്ലൈ ചെയ്തിരിക്കുന്നത്, ആപേക്ഷികമായിരിക്കുന്നത് ഈ 12 പേർക്ക് മാത്രം. അതിനുള്ള കാരണമാണ് നമ്മൾ പറഞ്ഞത്, കർത്താവ് നേരിട്ട് അവരെ പരസ്യമായി വിളിച്ചു, കൂടെ ഇരുത്തി, പ്രത്യേകാൽ അവരെ പഠിപ്പിച്ചു, അവരെ ഉപദേശിച്ചു, അവരെ കമ്മീഷൻ ചെയ്തു, നിയോഗിച്ചു. അപ്പം അങ്ങനെയുള്ള കാരണങ്ങളാലാണ് ഈ 12 അതിശ്രേഷ്ഠന്മാർ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഈ അപ്പോസ്തോല പദവിയിൽ മുമ്പന്മാരെന്ന് വിളിക്കാൻ പറ്റുന്നത്. അതുപോലെ പിന്നെ വിളിക്കപ്പെട്ട ആരുമേ ഇല്ല. അതുകൊണ്ട് 1-ാം നൂറ്റാണ്ടിലെ സഭകൾ പലരും പൗലോസിന്റെ അപ്പോസ്തോലത്വത്തെ പോലും ചോദ്യം ചെയ്തു. പൗലോസിന്റെ അപ്പോസ്തോലത്വത്തെ പോലും. അപ്പോഴാണ് പൗലോസ് അതിനെ ഡിഫെൻഡ് ചെയ്തത്, അതിനെ പ്രതിരോധിച്ചത്. അക്കൂട്ടത്തിലാ പറഞ്ഞത്, ഞാൻ 2-ാം തട്ടിലുള്ള അപ്പോസ്തലനല്ല, 1-ാം തട്ടിൽ തന്നെയുള്ള അപ്പോസ്തലനാണ്. അതിന് കാരണം പൗലോസ് പറയുന്നുണ്ട്, അത് നമുക്ക് നോക്കാം. അതുകൊണ്ട് ഇതിനെ ഇപ്പോൾ വിളിക്കുന്ന ശ്രേഷ്ഠദാസനും വലിയ ദാസനും എന്ന ഗണത്തിൽ പെടുത്തരുത്. അങ്ങനെ വേറെ ആരെയും ബൈബിളിൽ അങ്ങനെ സംബോധന ചെയ്ത് നമ്മൾ കാണുന്നില്ല. ആ ശ്രേഷ്ഠതയും എല്ലാം കർത്താവിന് മാത്രം കൊടുക്കുകയും ഒരു ദൈവദാസൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു സഹോദരൻ എന്ന നിലയിൽ മാത്രം കാണുകയും ചെയ്യുക. സ്തോത്രം. ഇങ്ങനെയൊന്നും പറയാതെ ഒരു സഭയുടെ നേതാവിനെയോ മറ്റോ ബ്രദറേ എന്നൊന്ന് വിളിച്ചാൽ സംഭവം മാറും, അല്ലേ? സ്തോത്രം. പാസ്റ്ററാണ്, ഞാൻ പാസ്റ്ററായത് അറിഞ്ഞില്ലയോ എന്നൊക്കെ വേണമെങ്കിൽ ചോദിച്ചുകളെ. ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞതാ, നമ്മുടെ നിത്യതയിൽ വിശ്രമിക്കുന്ന കാനമച്ചൻ ഞങ്ങളുടെ ഇവിടെ ഒരു കൺവെൻഷൻ വന്നപ്പോൾ അദ്ദേഹം സ്റ്റേജിൽ പ്രസംഗിച്ചതാണ് ഇതേ വിഷയം. പ്രസംഗത്തിനിടയിൽ അദ്ദേഹം ഇങ്ങനെ നുറുങ്ങുകളൊക്കെ പറയുന്ന വഴിക്ക് പറഞ്ഞതാ, ഒരു ചെറുപ്പക്കാരൻ പാസ്റ്റർ അദ്ദേഹത്തെ ഈ പ്രായമുള്ള കാനവച്ചൻ ബ്രദറേ എന്നൊന്ന് വിളിച്ചത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ പറഞ്ഞു, ഞങ്ങളോട് അദ്ദേഹം സ്റ്റേജിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ എന്ത് വേണേലും വിളിച്ചോ, ബ്രദറേന്നോ എന്തോന്ന് വെച്ചാൽ വിളിച്ചു, ഇനിയും അതും പോരാ, എന്നെ നിങ്ങളങ്ങ് സഹോദരീന്ന് വിളിച്ചാലും എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് പറഞ്ഞു. സിസ്റ്ററേ എന്ന് വിളിച്ചാലും ഒരു കുഴപ്പമില്ല. അപ്പം ആ ഒരു മനോഭാവം മാറണം. ഈ ശ്രേഷ്ഠ അപ്പോസ്തലന്മാരിൽ നമ്മളിപ്പം ഒന്ന് തൽക്കാലം അങ്ങ് മനസ്സിലാക്കാം, ഈ 12 അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരായി, അല്ലെങ്കിൽ അതിശ്രേഷ്ഠന്മാരെന്ന് വിളിക്കപ്പെട്ടിരുന്നുവെന്ന് വിളിക്കപ്പെട്ടിരുന്നില്ല, കണക്കാക്കപ്പെട്ടിരുന്നെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ അതിൽ അങ്ങനെയാണെങ്കിൽ അതിൽ ഒന്നാമൻ ആരാ? പത്രോസ. അതിൽ ഒന്നാമൻ പത്രോസ. താക്കോൽ കൂട്ടമൊക്കെ തമ്പുരാൻ പത്രോസിനെ ഏൽപ്പിച്ചത്. പക്ഷെ ഈ പത്രോസ്, അതും യേശു കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ഏതാണ്ട് 30ഓളം വർഷങ്ങൾക്ക് ശേഷം, നല്ല താൻ തന്നെ പ്രായാധിക്യത്തിലായ സമയത്ത് തന്നെ തന്നെ എങ്ങനെയാ പരിചയപ്പെടുത്തുന്നത്? 1 പത്രോസ് 5-ന്റെ ആദ്യ ഭാഗത്ത്, 1 Peter 5 ഇനീഷ്യൽ വേഴ്സസ്. വായിച്ചോ.
നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും കണ്ടോ? വെളി മതി. പത്രോസ് തന്നെ തന്നെ പരിചയപ്പെടുത്തുകയാണ്. നിങ്ങളിലുള്ള മൂപ്പന്മാരെ, നമ്മളിപ്പോ പറഞ്ഞതനുസരിച്ച് അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലനായ ഞാൻ, ഈ അതിശ്രേഷ്ഠ പദവിയിലല്ലാത്ത ലോക്കൽ പാസ്റ്റേഴ്സ്, അവരെയാണ് മൂപ്പന്മാരെന്ന് വിളിച്ചിരിക്കുന്നത്. അവർക്ക് എഴുതുമ്പോൾ പറയുകയാണ്, നിങ്ങളിൽ ഒരു കൂട്ടുമൂപ്പനാണ് ഞാൻ. ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലനാണെന്നൊന്നും അല്ല അവിടെ പറഞ്ഞത്. കൂട്ടുമൂപ്പൻ. കൂടാതെ ഈ അപ്പോസ്തലന്മാർ തന്നെ തങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നത് രണ്ടാം ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം വായിച്ചാട്ടെ. സെക്കൻഡ് എപ്പിസിൽ, 2 Peter 1:2. യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തലനുമായ ശിമോൻ പത്രോസ്. മതി. യേശുക്രിസ്തുവിന്റെ ദാസനും. ദാസൻ, കുറച്ചു ദിവസം മുമ്പ് നമ്മളത് പറഞ്ഞായിരുന്നു, എൻ്റെ ഓർമ്മ. 2 തരം ദാസന്മാരുണ്ട്. കൂലിക്കാരായ ദാസന്മാരുമുണ്ട്, അടിമകളായ ദാസന്മാരുമുണ്ട്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഡൂലോസ് എന്ന പദമാണ്. ഡൂലോസ് എന്ന് പറഞ്ഞാൽ ബോണ്ട് സെർവന്റ് എന്ന് വെച്ചാൽ അടിമ. ഒരു കൂലിക്ക് വിളിക്കുന്ന ദാസനാണെങ്കിൽ എവിടെ ജോലി ചെയ്യണമെന്ന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അയാൾക്കുണ്ട്. ചോദിക്കുന്ന കൂലി കിട്ടിയില്ലെങ്കിൽ ജോലിക്ക് പോകാതിരിക്കാനും മറ്റെന്തെങ്കിലുമൊക്കെ സൗകര്യങ്ങൾ പ്രമാണിച്ച് എംപ്ലോയറിനെ മാറ്റാനും, എന്ന് വെച്ചാൽ വേറെ ഇഷ്ടമുള്ളിടത്ത് ജോലി ചെയ്യാനും അവന് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഫോർ എ ബോണ്ട് സെർവൻറ്റ് ഹി കനോട്ട് ചേഞ്ച് ഹിസ് മാസ്റ്റർ. He has no right even of മസ്ദൂരി, wages. എന്നാൽ ഒരു അടിമ, ഒരു ബോണ്ട് സെർവൻ, ഒരു ഡൂലോസിന് തൻ്റെ യജമാനനെ മാറ്റാൻ സ്വാതന്ത്ര്യമില്ല. ജോലി മാറാൻ, കമ്പനി മാറാൻ അനുവാദമില്ല. കൂടാതെ കൂലിക്ക് പോലുമുള്ള അവകാശം അവനില്ല. സ്വന്തമായി പോലും താൻ മറ്റുള്ളവന് അവകാശപ്പെട്ടവനാ. ഇവിടെ നമ്മളിപ്പോൾ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തോലൻ എന്ന് വിളിക്കുന്നവരിൽ ഒന്നാമനായ പത്രോസ് തുടക്കത്തിൽ തന്നെ തന്നെ പരിചയപ്പെടുത്തുന്നു. ഞാൻ ആരാണ്? യേശുക്രിസ്തുവിൻ്റെ ഒരു അടിമയാണ്. യേശുക്രിസ്തുവിന് അടിമയായി വിൽക്കപ്പെട്ടവനാണ് ഞാൻ. എന്നെ യേശുക്രിസ്തു വില കൊടുത്ത് വാങ്ങി സ്വന്തമാക്കിയതാണ്. എനിക്ക് എന്നിൽ തന്നെയും യാതൊരു അവകാശങ്ങളും അധികാരങ്ങളും ഇല്ല. സ്തോത്രം. അതുകൊണ്ട് അവർക്കിടയിൽ നമ്മൾ ഈ പറയുന്നത് പോലെയുള്ള ശ്രേഷ്ഠനും വലിയ വിലയേറിയ ഒന്നുമില്ലായിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. പക്ഷെ ജനങ്ങൾ മനസ്സിലാക്കിയിരുന്നത് തീർച്ചയായിട്ടും ഈ 2 തട്ടിലായിരുന്നു. യേശുക്രിസ്തുവിനോട് കൂടെ നടന്നവർ, അതിന് പ്രത്യേകമായ ഒരു പദവി ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്.
സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികൾ 4:13 വാക്യം, ആക്ട്സ് 4:13. അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കാനും ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോട് കൂടെ അവർ യേശുവിനോട് കൂടെ ആയിരുന്നു എന്ന് മുറിഞ്ഞുവല്ലോ. അറിഞ്ഞു. അവർ അറിഞ്ഞു. അവർ യേശുവിനോട് കൂടെ ആയിരുന്നു എന്ന് അറിഞ്ഞു. കണ്ടോ? പുറത്തുള്ളവർക്ക്, ഇത് സഭയ്ക്ക് പുറത്തുള്ള ആൾക്കാര് അവരെക്കുറിച്ച് ഗ്രഹിച്ച കാര്യമാണ്. യഹൂദന്മാരോ ഗ്രഹിച്ചതാ, ശത്രുക്കൾ ഗ്രഹിച്ച കാര്യമാണ്. അവർ യേശുവിനോട് കൂടെയായിരുന്നു. അതിൻ്റെ ഒരു ശ്രേഷ്ഠത എല്ലായ്പ്പോഴും ഒരു മേൽക്കൈ, an upper hand was there because they were the direct disciples or apostles. യേശുക്രിസ്തുവിൻ്റെ നേരിട്ടുള്ള അപ്പോസ്തലന്മാരായി, തിരഞ്ഞെടുക്കപ്പെട്ടവരായി അവരായിരുന്നു എന്നത് അവർക്ക് ഒരു ശ്രേഷ്ഠത കൊടുത്തു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. വേറെ ആർക്കും അത് അവകാശപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് ആ പത്രോസ് അത് തൻ്റെ ലേഖനത്തിലും പറയുന്നത്, 2-ാമത്തെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട സാക്ഷികൾ. സ്തോത്രം. ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട സാക്ഷികൾ. അപ്പം അത് മറ്റുള്ളവരിൽ നിന്നും ഇവരെ വ്യത്യസ്തരാക്കിയ ഘടകമാണ്. വേറെ ആർക്കും അവകാശപ്പെടാൻ ഒക്കാത്ത സംഗതി. സ്തോത്രം. വേറെ ആർക്കും അവകാശപ്പെടുവാൻ ഒക്കാത്തതുപോലെ അത് അവരുടെ ശ്രേഷ്ഠതയായിട്ട് തന്നെ പറയുന്നു. ഞങ്ങൾ കർത്താവിൻ്റെ കൂടെ നടന്നവരാണ്. ഈവൻ ഇവർ 3 പേരും, മഹിമ കണ്ട സാക്ഷികളായ പത്രോസും യാക്കോബും യോഹന്നാനും, അവർക്ക് ബാക്കി 9 പേരെക്കാൾ ശ്രേഷ്ഠത പറയാനുണ്ട്. കാരണം നമുക്കറിയാം, യേശുക്രിസ്തുവിൻ്റെ സ്വകാര്യ ചില സന്ദർഭങ്ങളിൽ ഇവർക്ക് 3 പേർക്ക് മാത്രമേ പ്രവേശനം നൽകിയിരുന്നുള്ളൂ. ഒന്ന് ഈ മറുരൂപമലയിലാണ്, ഏറ്റവും ഒടുവിൽ ഗെത്സമനയിൽ. അതിനിടയിൽ ചില അത്ഭുതങ്ങൾ ചെയ്ത സമയത്ത്, പ്രത്യേകിച്ച് യായിറോസിന്റെ മകളെയൊക്കെ ഉയർപ്പിച്ച സമയത്ത്. അപ്പോൾ യേശുവിൻ്റെ സ്വകാര്യ വേളകളിലും കൂടെ ഇരുന്നവർ ഇവർ 3 പേര് മാത്രമായതുകൊണ്ട് അവർക്ക് അതിൻ്റെയും കൂടെ ഒരു ശ്രേഷ്ഠത ലഭിച്ചതായിട്ടാണ് പത്രോസ് ഇവിടെ പറയുന്നത്. ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട സാക്ഷികളാണ്. അപ്പോൾ ആ നിലയിൽ 12 പേരെ നമുക്ക് ശ്രേഷ്ഠന്മാരെന്നോ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരെന്നോ കാണാം. പക്ഷെ പൗലോസ് തന്നെ അവിടെ പ്രതിരോധിച്ചുകൊണ്ട് പറയുകയാണ്, ഞാനും ഒട്ടും കുറഞ്ഞവനല്ല. അതിനെന്താ കാരണം? പൗലോസ് അങ്ങനെ പറയാനുള്ള കാരണം, പൗലോസ് യേശുവിനെ കണ്ടിട്ടില്ല. യേശുവിൻ്റെ കൂടെ പൗലോസ് നടന്നിട്ടില്ല. പക്ഷേ പൗലോസ് പറയുന്നു, ഞാനും അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറഞ്ഞവനല്ല. അതെങ്ങനെയാ? എന്തുകൊണ്ടാ? സ്തോത്രം. Heard the voice of God. Okay. Good. ദമസ്കോസിന്റെ പടിവാതിൽ വെച്ച് യേശുവിന്റെ ദർശനം കണ്ടു. അതാണ് ഏറ്റവും പ്രധാനം.
സ്തോത്രം. ഏറ്റവും പ്രധാനം അതാണ്. യേശുക്രിസ്തുവിനെ, അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ പൗലോസ് കണ്ടു. യേശുക്രിസ്തുവുമായി ഒരു ഫസ്റ്റ് ഹാൻഡ് എൻകൗണ്ടർ ഓർ എക്സ്പീരിയൻസ്, യേശുക്രിസ്തുവുമായി നേരിട്ടുള്ള ഒരു ബന്ധം തനിക്കുണ്ടായി. സ്തോത്രം. നേരിട്ട്. ആ കാര്യം പറയുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനാ. 1 കൊരിന്ത്യർ 15-ാമത്തെ അധ്യായത്തിൽ പൗലോസ് കാര്യം പറയുന്നുണ്ട്. സ്തോത്രം. അപ്പം പൗലോസ് തൻ്റെ ശ്രേഷ്ഠത പറയുന്നത് ഒന്ന് യേശുക്രിസ്തുവിനെ താൻ കണ്ടു എന്ന നിലയിലാണ്. മറ്റൊന്ന്, നമ്മൾ തിരുവത്താഴത്തിന് മിക്കപ്പോഴും എല്ലാ തിരുവത്താഴങ്ങളിലും വായിക്കുന്ന വാക്യം എന്തുവാ? ഞാൻ കർത്താവിന്റെ പ്രാപിച്ചതും ആഹാ, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചതും. അപ്പൊ പൗലോസ് പറയുന്നത്, ബാക്കി അപ്പോസ്തലന്മാരൊക്കെ ക്രിസ്തുവിനോട് കൂടെ നടന്ന് പഠിച്ചു എങ്കിൽ ഞാൻ ഒട്ടും പുറകിലല്ല. സ്തോത്രം. ഞാൻ ഒട്ടും പുറകിലല്ല. അത് പൗലോസ് ഗലാത്യ ലേഖനത്തിൽ ആവർത്തിച്ചു പറയുന്നുണ്ട്. 1:1 ഒന്ന് വായിച്ചാട്ടെ. ഗലേഷ്യൻസ് 1:1. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശുക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ അപ്പോസ്തലൻ. സ്തോത്രം. അവിടുത്തെ നെറ്റിന്റെ ആണോ ഇവിടുത്തെയാണോ? ഒടുവിലത്തേത് ഇവിടത്തെയാണോ? അല്ല, സിസ്റ്റർ സുജാത. ഓക്കെ. അപ്പൊ വായിച്ച് ഇച്ചിരി ഒന്ന് നിന്നിട്ട് മ്യൂട്ട് ചെയ്യാവൂ, ഇല്ലെങ്കിൽ ഒടുവിലത്തേത് കിട്ടുന്നില്ല. നെറ്റ് സ്ലോ ആയതുകൊണ്ടാണ്. വായിക്കേണ്ട കേൾക്കുന്നുണ്ട്, നിർത്തി ഇച്ചിരി കഴിഞ്ഞിട്ട് മ്യൂട്ട് ചെയ്യാവൂ, എന്നാലേ അതിങ്ങ് കിട്ടത്തുള്ളൂ. ഓക്കെ. അപ്പോൾ പൗലോസ് അവിടെ പറയുന്നു, മനുഷ്യരാലല്ല, മനുഷ്യരിൽ നിന്നുമല്ല. അതായത് പൗലോസിനെ അപ്പോസ്തലനാക്കിയത്, പൗലോസിന്റെ അപ്പോസ്തലത്വത്തിന്റെ സ്രോതസ് മനുഷ്യനല്ല. എന്നെ ആരും റെക്കമെൻഡ് ചെയ്യും ഇപ്പം അതിനെക്കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. ബദലാപൂർ സൈഡിലെല്ലാം പ്രശ്നമാണെന്ന് തോന്നുന്നു. സോറി, ഇപ്പൊ കേൾക്കാമല്ലോ. കേൾക്കാം. സ്തോത്രം. ഡേറ്റ ഒന്ന് സ്വിച്ചായി. ഇതുവരെ ഓടിക്കൊണ്ടിരുന്നത് ഡെയിലി പാക്കിലായിരുന്നു.
അത് തീർന്നു. ആ, ഇനിയിപ്പം ഓടുന്നത് വേറെ റീചാർജ് ചെയ്തതില്ല. അപ്പം അവർ തമ്മിൽ ഒന്ന് സ്വിച്ച് ചെയ്യുമ്പോൾ ഇത്ര ഒരു ഗ്യാപ്പ് വരും. അങ്ങനെ സംഭവിച്ചത്.